രാമായണ മാഹാത്മ്യം എന്നുള്ള തലക്കെട്ടോടു കൂടിയ ഭാഗമാണ്. എല്ലാ പുസ്തകത്തിലും ആ തലക്കെട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി വരുന്ന ഭാഗം, സ്തുതി കഴിഞ്ഞാൽ വരുന്ന ഭാഗം അതാണ്. ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ട് ഇല്ലതു ഭൂമി തന്നിൽ. രാമനാമത്തജ്ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ധാതാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക ഔവണ്ണം എന്നാവിന്മേൽ ഏവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ദിഗ്ധം ഇജ്ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ദി മധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. എന്താ പറയുന്നത് അവിടെ? ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം. ശ്രീരാമായണം പുരാ പണ്ട് വിരിഞ്ച വിരചിതം. വിരിജൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ബ്രഹ്മാവിനാൽ രചിക്കപ്പെട്ടതാണ്. 100 കോടി ഗ്രന്ഥമുണ്ട്. 100 കോടി ഗ്രന്ഥമുണ്ട്. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നർത്ഥം, സാധാരണ അർത്ഥം. പക്ഷെ ഗ്രന്ഥം എന്നുള്ളതിന് 32 അക്ഷരമുള്ള ശ്ലോകമെന്നും അർത്ഥമുണ്ട്. ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഒരു ശ്ലോകം. സാധാരണ അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള ഒരു ശ്ലോകം, ഒരു വരിയിൽ 8 അക്ഷരം, അങ്ങനെ 4 വരിയിൽ 32 അക്ഷരം. അപ്പൊ 100 കോടി ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അങ്ങനെ 100 കോടി ശ്ലോകങ്ങളുള്ള രാമായണം എന്നുള്ള അർത്ഥം എടുക്കണം എന്നാണ് പണ്ഡിതന്മാര് പറയാം. 100 കോടി ഗ്രന്ഥമുണ്ട് ഇല്ലതു ഭൂമി തന്നിൽ, അങ്ങനെ വേണം വായിക്കാൻ. അല്ലെങ്കിൽ 100 കോടി ഗ്രന്ഥമുണ്ടില്ലത് എന്ന് പറയാൻ നമുക്ക് സംശയാവും. 100 കോടി ഗ്രന്ഥമുണ്ട് ഇല്ലതു ഭൂമി തന്നിൽ. ബ്രഹ്മാവ് രചിത്താണ്, പക്ഷെ ഭൂമിയിലായില്ല. അപ്പൊ എന്താ വഴി? രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ധാതാ. രാമന്റെ നാമത്തെ ജപിച്ച കാട്ടാളൻ മുമ്പ് പണ്ട് മാമുനി പ്രവരനായി വന്നതു കണ്ടു ധാതാ. രത്നാകരൻ എന്ന് പറയുന്ന കൊള്ളക്കാരൻ, കാട്ടാളൻ, വാൽമീകി മഹർഷിയായിട്ട് മാറി രാമന്റെ നാമം ജപിച്ചപ്പോ അത് കണ്ട് ധാതാ. ധാതന ബ്രഹ്മാവ്. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി. ഭൂമിയിലുള്ള ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മനുഷ്യന്മാര്, അവർക്ക് മോക്ഷാർത്ഥമിനി മോക്ഷമുണ്ടാവണം എന്ന് കരുതിയിട്ട് ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. ആ രാമായണം ചമയ്ക്കുക, എഴുതാനായിട്ട് വാൽമീകി മഹർഷിയോട് പറഞ്ഞു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വീണാപാണി, വീണ എടുത്തു നടക്കുന്നവൻ നാരദ മഹർഷി. നാരദ മഹർഷി രാമായണത്തെ വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. വാണി സരസ്വതി ദേവി. സരസ്വതി ദേവി ആ വാൽമീകിയുടെ നാവിൽ വന്ന് വിളയാടി ആ രാമായണം എഴുതാനായിട്ട്. വാണിയിടുക ഔവണ്ണമെന്നാവിന്മേൽ, അതുപോലെ എൻ്റെ നാവിൽ വരണം. ഏവം ചൊൽവാൻ, അപ്രകാരം അങ്ങനെ ചൊല്ലാനായിട്ട് നാണമാകുന്നു താനും. നാണിക്കുന്നുണ്ടോ? അതിനെന്താവതിപ്പോൾ? അതിന് കാരണം എന്താണ്? എൻ്റെ നാവിൽ എന്താ വരാത്തത്? സരസ്വതി ദേവി വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല ഞാൻ,
ഞാനൊരു ശൂദ്രനാണ് എന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ അങ്ങനെ വിചാരിക്കണമെങ്കിൽ സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ, എല്ലാം ക്ഷമിക്കണം, ആ കരുണ കൊണ്ട് അതൊക്കെ ക്ഷമിക്കണം. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം. അധ്യാത്മപ്രദീപകമാണ്. അധ്യാത്മം അവനവനെ സംബന്ധിച്ചത്, ആത്മവിദ്യയെ പറയുന്നതാണ്. ആത്മജ്ഞാനത്തിൽ നൽകുന്നതായ പ്രദീപകം, നന്നായി ജ്വലിപ്പിക്കുന്ന ദീപം ആക്കുന്നതായ അത്യന്തം രഹസ്യം, ഇത് വളരെയധികം രഹസ്യമായിട്ടുള്ള അധ്യാത്മരാമായണം, ആത്മവിദ്യയെ പറയുന്ന അധ്യാത്മ അവനവന്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതായ ആ രാമായണം, അധ്യാത്മരാമായണം. മൃത്യുശാസന പ്രോക്തം, മൃത്യുശാസനൻ മൃത്യുവിനെ ശാസിച്ചവൻ എന്ന് പറഞ്ഞാൽ ശിവഭഗവാൻ, ശിവഭഗവാനാൽ പ്രോക്തം നന്നായി പറയപ്പെട്ടതാണ്. അങ്ങനെയുള്ള രാമായണം അധ്യയനം ചെയ്തിടും. ആരാണോ പഠിക്കുന്നത്, ആ പഠിക്കുന്ന മർത്യജന്മികൾക്കെല്ലാം, മനുഷ്യരായി ജനിച്ച അവർക്കെല്ലാം മുക്തി സിദ്ധിക്കും, മുക്തി ഉണ്ടാവും. അസന്ദിഗ്ധം, ഒരു സംശയവും വേണ്ട. സന്ദിഗ്ധം സംശയം, അസന്ദിഗ്ധം സംശയമൊന്നും വേണ്ട. ഈ ജന്മം കൊണ്ട് തന്നെ മുക്തി ഉണ്ടാവും. ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളുവിൻ, ഭക്തിയോടുകൂടി കേട്ടോളൂ. ചൊല്ലിയിടുവൻ, ചൊല്ലാൻ പോവാണ്. എത്രയും ചുരുക്കി, ഞാൻ വളരെ ചുരുക്കിയിട്ട് ഞാൻ രാമമാഹാത്മ്യമെല്ലാം, രാമന്റെ മഹാത്മ്യത്തെ ചൊല്ലാൻ പോവാണ്. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. ബുദ്ധിമത്തുക്കൾ, നല്ല ബുദ്ധിയുള്ള ആളുകളായുള്ള ആൾക്കാരെ, അവര് ഇത് കേട്ടാൽ ബദ്ധറിനെ കെട്ടിയിടപ്പെടും. ബദ്ധരെന്നോ ബദ്ധനെന്നോ ആവാം. ഈ സംസാരത്തിന്റെ ഓരോ കാര്യങ്ങളിൽ കെട്ടിയിടപ്പെട്ട അവരൊക്കെ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും, അല്ലെങ്കിൽ മുക്തനായി വന്നുകൂടും. അവരൊക്കെ മോചിക്കപ്പെടും. അതാണ് ഈ രാമായണം വായിച്ചാലത്തെ ഫലം. രാമായണം പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള കെട്ടിലും പെട്ട് കിടക്കേണ്ടി വരില്ല. അതിനുശേഷം രാമായണത്തെ വളരെ ചുരുക്കി പറയുന്നൊരു ഭാഗമാണ്. രാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം. രാത്രീഭാരം, ഭൂമിഭാരത്തെ തീർക്കാൻ, ഭൂഭാരത്തെ തീർക്കാനായിട്ട് ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരൊക്കെ വളരെ പ്രാർത്ഥിച്ചു. ഭക്തിപൂർവം സ്തോത്രം ചെയ്തു. ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിച്ചപ്പോ ദുഗ്ധാബ്ദി മധ്യേ, ആ പാലാഴിയുടെ നടുക്ക് ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗ നിദ്ര ചെയ്തിടും നാരായണൻ. ഭോഗിസത്തമൻ അനന്തൻ, ആ അനന്തനാകുന്ന മെത്തമേൽ കിടക്കയില് യോഗനിദ്ര ചെയ്യുന്ന നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ, ധാത്രിമണ്ഡലം ഭൂമണ്ഡലം, ഭൂമിയില് മാർത്താണ്ഡകുലത്തിങ്കൽ, മാർത്താണ്ഡൻ സൂര്യൻ, മൃതമായ അണ്ടത്തിൽ നിന്ന് ഉണ്ടായത് കൊണ്ട് സൂര്യന്റെ പേര് മാർത്താണ്ഡൻ. ആ സൂര്യകുലത്തിങ്കൽ, സൂര്യവംശത്തില് ധാത്രീന്ദ്രവീരൻ, ധാത്രീന്ദ്രൻ ഭൂമിയെ പാലിക്കുന്ന രാജാവ്, ധാത്രീന്ദ്രവീരൻ ദശരഥന്, രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായ ദശരഥന് തനയനായി മകനായിട്ട് വന്നു. രാത്രിചാരികളായ രാവണാദികൾ തമ്മേ, രാത്രിചാരികൾ, രാത്രിയിൽ സഞ്ചരിക്കുന്ന രാക്ഷസന്മാര്, നക്തഞ്ചരന്മാരായിട്ടുള്ള ആ രാക്ഷസന്മാരായിട്ടുള്ള രാവണാദികൾ, രാവണൻ മുതലായവരെ തമ്മെ, അവരെയൊക്കെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം, മാർത്താണ്ഡൻ സൂര്യൻ, മാർത്താണ്ഡാത്മജൻ സൂര്യന്റെ മകൻ യമൻ, യമന്റെ പുരം, ആ സംയമനീപുരിയിലേക്ക്, കാലന്റെ ആലയത്തിലേക്ക് പ്രാപിപ്പിച്ചോരു ശേഷം, അവിടേക്ക് പറഞ്ഞയച്ച ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച, ഏറ്റവും ആദ്യമായിട്ടുള്ള, ഏറ്റവും മുമ്പുള്ള ആ ബ്രഹ്മത്വം, ആ ബ്രഹ്മ അവസ്ഥ, അതിനെ പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം, വേദാന്തവാക്യങ്ങളാൽ അറിയപ്പെടുന്നവനായ സീതാപതി, സീതയുടെ ഭർത്താവായിട്ടുള്ള രാമന്റെ ശ്രീപാദം വന്ദിക്കുന്നേൻ. ആ ശ്രീപാദങ്ങളെ, ശ്രീമത്തായ ഐശ്വര്യസമ്പൂർണമായ പാദങ്ങളെ വന്ദിക്കുന്നേൻ. ഇതുവരെയാണ് രാമായണ മഹാത്മ്യം എന്നുള്ള ഭാഗത്തെ പറഞ്ഞു വെച്ചത്.